ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 2.1 ആംപ്ലിഫയറിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഇത് നമ്മൾ മുന്നേ ചെയ്തൊരു ആംപ്ലിഫയറാണ്. ഞാൻ ഇതിൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ നമ്മുടെ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് നമ്മൾ പവർ ഓൺ സ്വിച്ച്, അതുപോലെ തന്നെ ബേസ്, ട്രിബിൾ, സബ് വോളിയം അങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു മാറ്റ് ആൻഡ് ഗ്ലോസി ഷീറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മുടെ റൈറ്റ് സൈഡായിട്ടാണ് മാസ്റ്റർ വോളിയം നമ്മുടെ ചാനലിലാണ് കൺട്രോൾ ചെയ്യുക. ഇതിൻ്റെ ബാക്കിലെല്ലാം ലൈറ്റിംഗ് വരുന്ന രൂപത്തിലാണ് നമ്മൾ ഈ വോളിയം കൺട്രോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് തന്നെയാണ് നമ്മൾ ഈ 2.1 ആംപ്ലിഫയർ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബാക്ക് സൈഡിൽ വരികയാണ് നമ്മളിതൊരു RCA കൺട്രോൾ, നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ എടുക്കാനുള്ളതാണത്. പിന്നെ ഒരു കൂളിംഗ് ഫാന്, പിന്നെ നമ്മൾ സബ് ഊഫർ സെക്ഷൻ വേണ്ടി നമ്മൾ ബനാന ചാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പീക്കറിന് വേണ്ടി സ്പീക്കർ കണക്ടേഴ്സും പിന്നെ ഒരു 2-pin AC കോഡുമാണ് കൊടുത്തിരിക്കുന്നത്. ആംപ്ലിഫയറിൻ്റെ ഉൾഭാഗത്ത് ഏതൊക്കെ ബോർഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വയറിങ്ങുകളൊക്കെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സബ് ഊഫറിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ നല്ലൊരു ഹെവി ആയിട്ട് 400 വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. സബ് ഊഫർ സെക്ഷനിൽ നമ്മുടെ ചാനലിന് 25+25 വാട്ട്സ് വീതമാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ട്രാൻസ്ഫോമർക്ക് വരുമ്പോൾ നമ്മൾ 40-0-40 12 ആംപിയറിലാണ് ഈ ട്രാൻസ്ഫോമർ ചെയ്തിരിക്കുന്നത്. അതിനുള്ള റെക്ടിഫയർ സെക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഇത്. 63 വോൾട്ട് 10,000 UF 4 കപ്പാസിറ്ററാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. സബ് ഊഫറിൻ്റെ ബോർഡ് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മഹാരാജ ആഡിയോസിൻ്റെ 8 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരു 400 വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്നൊരു ബോർഡാണ്. അതിന് ഹെവി ആയിട്ടൊരു ഈച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ടോൺ കൺട്രോൾ ബോർഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ക്യാബിനറ്റ് തന്നെയാണിത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്കൊരു 2 GB സബ് ഊഫറൊക്കെ നമുക്ക് കൊടുത്ത് ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം.